അന്ധകാരത്തെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഞാൻ ചെറുപ്പത്തിലെ അന്ധകാരത്തെ പേടിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ കറണ്ടില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ വെള്ളം കൈ കഴുകുവാനായിട്ട് പാത്രം കഴുകുവാൻ പുറത്താണ് വെച്ചിരുന്നത്. ഉടനെ ഞാൻ ഓടിപ്പോയി, രാത്രികാലങ്ങളിൽ ഓടിപ്പോയി കൈമുക്കിക്കൊണ്ട് ഓടി തിരിച്ചു വരുമായിരുന്നു. കാരണം എനിക്ക് അന്ധകാരത്തെ രാത്രി പേടിയായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അമ്മച്ചി അവിടെ ഇരുന്ന് പാത്രം കഴുകുന്നുണ്ടായിരിക്കും, അപ്പച്ചനവിടെ നിൽപ്പുണ്ടായിരിക്കും. ആ സമയത്ത് എനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ പതിയെ പോയി കൈ നല്ലവണ്ണം കഴുകി തിരിച്ചു വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം വന്നത്? അവിടെ എൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യം. എൻ്റെ മാതാപിതാക്കൾ സർവശക്തരല്ല എങ്കിലും എനിക്ക് ആ പേടിയില്ല അവരവിടെ നിൽക്കുമ്പോൾ. എന്നാൽ സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുള്ളപ്പോൾ നമുക്ക് അന്ധകാരത്തെയല്ല യാതൊന്നിനെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ സുവിശേഷം 8:12 പറയുന്നു. ആ പ്രകാശം നമ്മളിലെ ഉള്ളപ്പോൾ നമുക്ക് അന്ധകാരത്തെ പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തകൻ പറയുന്നു 23:4, ഞാൻ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാലും ഞാൻ ഒന്നും പേടിക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, ദൈവം നമ്മോടുകൂടെയുണ്ട്. പ്രകാശமான ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ എല്ലാ പേടികളെയും, അന്ധകാരത്തിൻ്റെ പേടികളെയും എടുത്തു മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.